സ്തോത്രം. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിലെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കിയെന്ന വിഷയത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ഈ അടുത്ത എബ്രായ ലേഖനം 9-ാം അധ്യായം ഞാനങ്ങ് വായിക്കുന്നു. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കും ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ലൗകികമായ ഈ ലോകപ്രകാരമുള്ള വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു, അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിൽ അതിവിശുദ്ധ സ്ഥലം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മഞ്ഞയിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തടുത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പനകളും അതിനും ഇതേ കൃപാസനത്തെ മൂടുന്ന കെരൂബുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിക്കാൻ സമയമില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതൻ നിത്യം കൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ പുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെയല്ല. അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും, തനിക്കും ജനത്തിനും വേണ്ടി 2 കൈകളിൽ രക്തവുമായിട്ട്, മൃഗത്തിൻ്റെ രക്തവുമായിട്ടാണ് ചെന്ന് അവരുടെ അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നത്. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. അത് ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. മോശയുണ്ടാക്കിയ ടാബർനാക്കൾ, ഞാൻ അവരുടെ ഇടയിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അത് ദൈവം കൊടുത്തിരിക്കുന്ന മാതൃക പ്രകാരം ഉണ്ടാക്കണം. ഇസ്രായേൽ മക്കൾ പാളയത്തിൽ തമ്പടിച്ചപ്പോൾ സമാഗമന കൂടാരം അവരുടെ നടുവിൽ ഉണ്ടായിരുന്നു. ആ സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് ഇറങ്ങി വസിച്ചു. അതിന് ചില വ്യവസ്ഥകൾ കൊടുത്തു. ആ സമാഗമനം ഉണ്ടാക്കുന്ന പലകയ്ക്ക് വ്യവസ്ഥ കൊടുത്തു. അത് പൊന്നുകൊണ്ട് പൊതിയുന്നതിന് വ്യവസ്ഥ കൊടുത്തു. ആയിരക്കണക്കിന് വ്യവസ്ഥകളാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മോശയെക്കുറിച്ച് പറയുന്നത് അവൻ അങ്ങനെ തന്നെ ചെയ്തു. എക്സോഡസിൽ ഹല്ലേലൂയ. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. ചിന്തിച്ചേ, മോശയുടെ കാലത്തുണ്ടാക്കിയ ആ കൂടാരം ഒരു സാദൃശ്യമാണെന്ന്. കേട്ടോ? ഇത് വായിച്ച ആ കൂടാരത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. പുറപ്പാട് പുസ്തകം അതിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ദൈവം കർക്കശമായി പറയുന്ന ചില പ്രസ്താവനകളുണ്ട്. അത് നിങ്ങളെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ താല്പര്യപ്പെടുക. പുറപ്പാട് പുസ്തകം 39-ഉം 40-ലുമാണ് ആ പ്രസ്താവന എഴുതിയിരിക്കുന്നത്. അത് തൊട്ട് വായിച്ചു പോവുക. 39-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശുദ്ധ വസ്ത്രവും അഹരോന് വിശുദ്ധ വസ്ത്രവും ഉണ്ടാക്കി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. എത്തിച്ചോണേ. ഇനി അതിൻ്റെ 8-ാം വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, 5-ാം വാക്യം, 39-ലെ 5. അടുത്ത് 7-ാം വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 39-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, 2-ാമത്തെ പാർട്ട്, ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ. അതിൻ്റെ 26-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ വെച്ചു. പുറപ്പാട് 39-ലെ 29-ലെ ലാസ്റ്റ്, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി. 31-ാം വാക്യത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 32-ാം വാക്യത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. ഇസ്രായേൽ മക്കൾ ചെയ്തു. മോശയും അഹ്റോനും ചെയ്തു. 39-ലെ 47-ൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 43-ാം വാക്യം, യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ അത് തീർത്തിരുന്നു എന്ന് മോശ കണ്ടവരെ അനുഗ്രഹിച്ചു. ജനത്തോടും പറഞ്ഞു, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്യാൻ. മോശയോടും അഹ്റോനോടും പറഞ്ഞു, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു. അവരത് അങ്ങനെ ചെയ്തു. നമുക്കിപ്പം എന്ത് വേണേലും ചെയ്യാവുന്ന ഒരവസ്ഥയിലായി ഇന്നത്തെ പെന്തക്കോസ്ത് കോളം അതപ്പതിച്ചു.
ഇന്നാളെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആഗോള വ്യാപകമായി ഏറ്റവും കൂടുതൽ ചർച്ചസ് ഉള്ള ഒരു പ്രസ്ഥാനം, പേരൊന്നും പറയുന്നില്ല, നാണക്കേടാണ് പേര് പറയാൻ എനിക്ക്. അവിടെ ജനറൽ കൺവെൻഷനിൽ പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നു. വിശുദ്ധന്മാർ അടിത്തറയിട്ട പല പ്രസ്ഥാനങ്ങളും ജീർണിച്ച് ഒരാത്മീകൻ പോലും അവരുടെ തലപ്പത്തില്ലാതെ എല്ലാം ജഡികന്മാരായി തീർന്നിരിക്കുകയാണ്. പാസ്റ്റർ ബാബു ജോൺ വെട്ടിമല എന്നൊരു പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഞാനത് സെക്കൻഡ് ചെയ്യുക. സഭയുടെ തലപ്പത്തിരിക്കുന്നവർ മാതൃകയാക്കാൻ പറ്റുന്ന ഒരൊറ്റ ലീഡർഷിപ്പിന് പറ്റിയ ഒരൊറ്റ നേതാവും നമുക്കില്ല. ലജ്ജയോടെ വിളിച്ചു പറയുന്നു. പാട്ടുപാടി ഡാൻസ് കളിക്കുമ്പോൾ അത് തെറ്റാണത് ചെയ്യരുതെന്ന് പറയാൻ സുബോധമുള്ള ഒരുത്തരുമില്ല. വേദനയോടെ, ദുഃഖത്തോടെ, കണ്ണിനീരോടെ ഞാൻ പറയുക. എനിക്കിത് പറയുമ്പോൾ വിഷമമുണ്ട് ദൈവമക്കളെ. ഞാനൊരു എളിയ കർത്താവിൻ്റെ ദാസനാണ്. വേദപുസ്തകം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി മാറി. പുറപ്പാട് 40 16 വാക്യത്തിൽ യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ, 20 വാക്യത്തിൽ യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. 21 അവസാനം യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ, 23 യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ തന്നെ. സമാഗമന കൂടാരത്തിൽ മോശയ്ക്ക് നേരെ തിരുനിവാസത്തിൽ തെക്കേ വശത്ത് നിലവിളക്കും വയ്ക്കുകയും യഹോവയുടെ സന്നിധിയിൽ ദീപം കൊളുത്തുകയും ചെയ്തു. യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. 27 വാക്യത്തിലും യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ, 29 വാക്യത്തിലും യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ, 32 വാക്യത്തിൽ 18 പ്രാവശ്യം യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ. ഹല്ലേലൂയ. ഇനി അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോണേ, പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി. യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കിടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയത്നങ്ങളിലും മേഘം തിരുനിവാസത്തിൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരും വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. അപ്പോ യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. ദൈവത്തിന്റെ ഹോളി പ്രസൻസ് ആ തിരുനിവാസത്തെ നിറയ്ക്കാനിടയായി. ഇനി ജോൺ 14:23 ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതവിടെ എന്താ എഴുതിയത്? ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞങ്ങളെ ഭക്തന്മാർ പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി. നിങ്ങളിത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുക. ഇനി അല്ല, കേട്ടവരുണ്ടെങ്കിൽ അവർക്കായി ദൈവത്തിന് മഹത്വം. അത് നിങ്ങളുടെ ഭാഗ്യമാണ്. അങ്ങനെയുള്ള വചന വെളിപ്പാടുകൾ നമുക്ക് കേൾക്കാനിടയായി തീരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 23 വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടി വാസം ചെയ്യും. എന്തോ പുതുപുത്ത പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവനോട് കൂടെയുണ്ട്. ന്യായപ്രമാണം അനുസരിക്കുന്നവനോടല്ലേ പറയുന്നത്. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ്റെ വചനം പ്രമാണിക്കും. ഞാൻ എൻ്റെ 15 വായിക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന കാത്തുകൊള്ളും. 21 വാക്യം, 14:21. എൻ്റെ കൽപ്പനകളെ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. 23 വാക്യം, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പാട്ട് പാടിക്കണോടൊന്നുകൊണ്ട് കഥയൊന്നുമില്ല.
ഇവ ഭയങ്കര പാട്ടുകളാ. ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ഗുണവുമില്ലതുകൊണ്ട്. കുറച്ചൊക്കെ സന്തോഷം കിട്ടുമായിരിക്കാം. കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. ആദ്യ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോയെന്ന് പറഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന പദപ്രയോഗം ദൈവത്തെ സ്നേഹിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിട്ട് ദൈവകൽപ്പന അനുസരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിട്ടുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെ ഏതൊക്കെ നിലയിലാണ് പ്രസംഗിച്ചു കൂട്ടുന്നത്? എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവനാകുന്നു, എന്നെ സ്നേഹിക്കുന്നു എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. 21-ാം വാക്യം, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങളെ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടി വാസം ചെയ്യും. മോശയോട് കൊടുത്ത കൽപ്പന പ്രകാരം മോശ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് ഇറങ്ങി വസിച്ചു. അതുപോലെ യേശു കർത്താവ് മത്തായി 15:10, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഇവിടെ എന്താ പറയുന്നത്? എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടി വാസം ചെയ്യും. പുതുപുത്ര പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ വസിക്കും. എങ്ങനെ വസിക്കും? യേശു കർത്താവ് തന്ന പ്രമാണം അനുസരിക്കുമ്പോൾ, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് നമ്മോടുകൂടെ ഉണ്ട്. ഇല്ലെങ്കിൽ ഇല്ല, ഇല്ല, ഇല്ല. യെരൂശലേം ദേവാലയത്തിൽ ആരാധിക്കാനായിട്ട് യേശുവും യോസഫും മറിയയും കൂടി പോയി തിരിച്ചു വന്നപ്പോൾ യേശു കൂടെ ഉണ്ടെന്ന് ഊഹിച്ചു. പെന്തക്കോസുകാരെ, യേശു കൂടെ ഉണ്ടെന്ന് ഊഹിച്ചുകൊണ്ട് കാര്യമില്ല. യേശു കൂടെ ഉണ്ടെന്ന് തിട്ടപ്പെടുത്തണം. അതിൻ്റെ മെഷർമെൻ്റാണ് നിങ്ങൾ എൻ്റെ വചനം പ്രമാണിക്കുക. വായിച്ച് കേൾപ്പിച്ചില്ലേ 14? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന കാത്തു. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും. എന്നെ സ്നേഹിക്കുന്നവനാവുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടി വാസം ചെയ്യും. യേശുവും മറിയയും യെരൂശലേമിൽ പോയിട്ട് വന്നപ്പോൾ യേശു കൂടെ ഉണ്ടെന്ന് ഊഹിച്ചു. യേശു ഇല്ലായിരുന്നു. അതുപോലെ ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം എന്ന് ഞാനങ്ങ് തോന്നിപ്പോവുക. യേശു കൂടെ ഉണ്ടെങ്കിൽ ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ, വിഡ്ഢിത്തരങ്ങൾ ചെയ്യാൻ കഴിയുമോ? ഇന്നലെ ഞാനൊരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ വന്ന് അഭിഷേകം ഉണ്ടെന്നും പറഞ്ഞ് ഭയങ്കര ഒച്ചയും ബഹളവും. അവിടെ നിന്ന് പുള്ളി ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക. അവിടെ ഓരോരുത്തരായിട്ട് വന്ന് പുള്ളിയെ കെട്ടിപ്പിടിച്ച് എല്ലാം കൂടി കെട്ടി മറിഞ്ഞ് നിലത്ത് വീണ് അവിടെ കിടന്ന് പൈശാചികമായ ഒരു പ്രവൃത്തി കണ്ടിട്ട് ലജ്ജിച്ച് തല താഴ്ത്തിപ്പോയി. ഒരുത്തൻ ഊതിയിടുമ്പോൾ ഒരു പെണ്ണിങ്ങനെ വീണ് കിടക്കുക. അടുത്തവൻ ഊത്തും കെട്ട് വീഴുമ്പോൾ ആ പെണ്ണിൻ്റെ മണ്ടക്കോട്ട് വീഴുക. ഇരിക്കുന്ന ജനം കണ്ണടച്ച് കളയുക, വേറെ ഏതോ ഭാഗത്തേക്ക് നോക്കിക്കളയുക. എത്ര ലജ്ജാവഹം! വചനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് ശ്രദ്ധിക്കുക. കർത്താവും അപ്പോസ്തലന്മാരും ചെയ്തതും പറഞ്ഞതും മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ, അല്ലാത്തതൊന്നും ചെയ്യരുത്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാലും ശപിക്കപ്പെട്ടവൻ. പുതിയ നിയമയ്ക്ക് സഭയ്ക്ക് തന്നിരിക്കുന്ന ലിഖിതമായ പ്രമാണം അത് അപ്പോസ്തലന്മാർ തരുന്നതാണ്. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തരുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. ആ പ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റാൻ അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും മാറ്റിയാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ പറഞ്ഞ പോലെ പിന്നെയും പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി ആരെങ്കിലും നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടു. അല്ലല്ലേ? വചനത്തോട് കൂട്ടുചേർക്കരുത്, വചനത്തെ മറച്ചു കളയരുത്, വചനത്തെ കോട്ടിക്കളയരുത്. കൂട്ടുചേർത്താൽ എന്ത് കിട്ടും? ആ പാസ്റ്ററിന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. പിന്നെ എന്താ പറയാനുള്ളത്? യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത് ഞാനെടുത്ത് വായിക്കാം. അവൻ പിന്നെ എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമത്തിനും ഒടുക്കത്തവനുമാകുന്നു. എല്ലാം വായിക്കാൻ സമയമില്ല. അതിൻ്റെ 11
18ഉം 19ഉം കൂടി ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും സാക്ഷീകരിക്കുന്നതെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവനെ വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഊതി വീഴ്ത്തി, ഉന്തി വീഴ്ത്തി, കുരപ്പിച്ച്, ചിരിപ്പിച്ച്, ഛർദിപ്പിച്ച് വചനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ചീട്ട് തമ്പുരാൻ കീറിക്കളയും. ജീവവൃക്ഷത്തിന്റെ അംശം ദൈവം നീക്കിക്കളയും. നീ രക്ഷിക്കപ്പെട്ടതും സ്ഥാനപ്പെട്ടതും നീ പാട്ടും പാടിയതും നീ ഉപദേശിയായിരുന്നതൊക്കെ വെറും അബദ്ധമായി തീരുന്ന കാലം വരുന്നു. ബി കെയർഫുൾ. നായ്ക്കളെ സൂക്ഷിപ്പിക്കുക, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക. പ്രവാചകന്മാർ എഫെസോസ് വന്ന് സഭയിലോട്ട് കയറി വന്നപ്പോൾ എഫെസോസ് സഭയും പാസ്റ്ററും എന്ത് ചെയ്തു? അത് അവരെ പിടിച്ചു കണ്ടം വഴി ഓടിച്ചു. കള്ള അപ്പോസ്തലന്മാരെന്ന് തെളിഞ്ഞു അവർക്ക്. ഇന്ന് കള്ള അപ്പോസ്തലന്മാർ പെന്തക്കോസ്ത് സമൂഹത്തിൽ കിടന്ന് വിരഹിക്കുക, സ്വൈര്യമായി വിരഹിക്കുക. ഇവരെ പുറത്താക്കാൻ ആളില്ല, അതിലുള്ള വചന വെളിപ്പാടില്ല, അതിലുള്ള സ്വർഗീയ ദർശനമില്ല, അതിലുള്ള തിരുവചനത്തിലെ സത്യങ്ങൾ അറിയത്തില്ല. എത്ര ശോചനീയം, എത്ര ദുഃഖകരം, എത്ര വേദനാജനകം. സഭ എങ്ങനെ നന്നാകും? അപ്പോസ്തലരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ വരച്ച് അപ്പം തുറക്കി വന്നാലല്ലേ സഭ നന്നാകത്തുള്ളൂ. ഗലീല, യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി, സഭയ്ക്ക് ആത്മീയവർദ്ധനമുണ്ടായി, ആത്മീയ വളർച്ചയുണ്ടായി. ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നടന്ന് പെരുകിക്കൊണ്ടിരുന്നു. ഇന്ന് സഭയ്ക്ക് ആത്മീയ വളർച്ചയില്ല, ആത്മീയ വർധനവില്ല. എല്ലാം ശിശുക്കളായിട്ട് കിടക്കുക. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഇതിനെക്കുറിച്ച് ആർക്കും വേദനയില്ലയോ? ഇതിനെക്കുറിച്ച് ആർക്കും ദുഃഖമില്ലയോ? കഷ്ടം. ഞാൻ എൻ്റെ തല താഴ്ത്തുക പ്രിയമുള്ളവരെ. ഇന്നത്തെ ആത്മീയ കോളത്തിൽ നടക്കുന്ന ദുരാചാരങ്ങളും ദുരുപദേശങ്ങളും ഖണ്ഡനം ചെയ്യാൻ ഒരുത്തരില്ല ഇവിടെ. ബാബു ജോൺ പാസ്റ്റർ വെട്ടമല അതൊരു ചോദ്യമായിട്ട് എടുത്ത് ചോദിച്ചു. ഇന്നത്തെ ദുരുപദേശങ്ങളെ ദൈവവചനമെന്ന വാളെടുത്ത് തിലങ്ങും വലങ്ങും വെട്ടാനായിട്ട് ഇവിടെ ആളില്ലേ? ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, യെസ്, ഐ ആം റെഡി. ദൈവം എന്നെ അതിനുവേണ്ടി ആക്കി വെച്ചിരിക്കുക. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക, ചെറിയ തോതിലെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആർക്കും അതുകൊണ്ട് വിഷമം ഉണ്ടാകരുത്. ദുരുപദേശന്മാരെ ഖണ്ഡിക്കുമ്പോൾ, വചനത്തിലൂടെ അവരെ വെട്ടിക്കളയുമ്പോൾ നിങ്ങൾ ആരും അതിൽ വിഷമിക്കരുത്. വചന വ്യവസ്ഥ തെറ്റിക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ ചെയ്യത്തില്ല. എത്രയോ നല്ല ദൈവദാസന്മാരുണ്ട്, എത്രയോ പത്യോപദേശം പ്രസംഗിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കുക. വലിയ മെഗാ പാസ്റ്റർമാർ ഇന്ന് തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കുക, വചനത്തെ കോട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുക, വചനത്തോട് കൂട്ടുചേർത്തുകൊണ്ടിരിക്കുക, വചനത്തെ മറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ആർക്കും വേദനയില്ലയോ? യെസ്, എനിക്ക് വേദനയുണ്ട്. ഐ ഹാവ് പെയിൻ. എനിക്ക് വലിയ വേദനയുണ്ട്. ഞാനത് പ്രാർത്ഥനകളിലൂടെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവമേ, ഇതിനൊരു അവസാനം വരുത്തണം. ദൈവസഭകൾ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ അല്ലെങ്കിൽ പത്യോപദേശത്തിൽ നിലനിന്ന് ശക്തിയോടെ മുൻപോട്ട് പോകുന്നൊരു കാലം അതിവിദൂരമല്ല. ഞാൻ ആ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഇനി ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. നേരത്തെ പറഞ്ഞ വാക്യങ്ങൾ. വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. ഒമ്പതാം വാക്യം നമ്മൾ വായിച്ചല്ലേ? 9-ാം അധ്യായം, എബ്രായലേഖനം 9-ാം അധ്യായം. അതിലെന്തുവാ വായിച്ചത്? ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെയല്ല. പുരോഹിതനും ജനത്തിനും വേണ്ടിയുള്ള എല്ലാം രക്തം കൊണ്ടുവന്ന് അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധമന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യം. ഇവിടെ നമ്മൾ പോയത് ഈ സാദൃശ്യ കൂടാരം ദൈവവസ്തുപ്രകാരം പണിയണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ അവരുടെ ഇടയിൽ വസിക്കും. സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങി ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വസിച്ചെങ്കിൽ പുതിയ നിയമം വരുമ്പോൾ ഞാൻ അവരിൽ വസിക്കും, അവർ എന്നിലും ഞാൻ അവരിലും. യോഹന്നാന്റെ സുവിശേഷം
15-ാം അധ്യായം തന്ന പഠനം അതാണ്. എത്ര പേരത് മനസ്സിലാക്കുന്നു? എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പെടാൻ നിങ്ങൾക്ക് കിട്ടും. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വസിച്ചു. പുതിയ നിയമത്തിലോ പുതിയ നിയമ ഭക്തനിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. കണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, 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 മഹത്വം. സനാതന സത്യങ്ങളാണ് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, ഇത് ഒരു പ്രാവശ്യമല്ല, ഒരു 10 പ്രാവശ്യമെങ്കിലും വെച്ച് കേട്ട് ഇതിൻ്റെ നോട്ടുകൾ എഴുതിയെടുക്കുക, ഇതിൻ്റെ കാര്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക, നമ്മൾ ഗ്രഹിക്കുക. നമ്മൾ ഇത് ആത്മാവിൽ ഗ്രഹിക്കുക. ഈ കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടാബർനാക്കളിൽ ദൈവം ഇറങ്ങി വസിച്ചെങ്കിൽ ഞാൻ അവരുടെ ഇടയിൽ വസിപ്പാൻ അവരെനിക്കൊരു മന്ദിരം ഉണ്ടാക്കണം. കണ്ടോ? അതാണ് സമാഗമന കൂടാരം, ടാബർനാക്കൾ. പുതിയ നിയമത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ഈ തിരിവ് മനസ്സിലാക്കാത്ത വിശ്വാസി, ഈ തിരിവ് മനസ്സിലാക്കാത്ത പാസ്റ്റർ എന്നെ വിശ്വാസിയാ, എന്നെ പാസ്റ്ററാ, വേറെ വല്ല പണിക്കും വയ്ക്കൂടെ? ഹല്ലേലൂയ. അതെ, എനിക്ക് വഴക്ക് പറയാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, വ്യഭിചാരം ചെയ്ത് സഭ വർദ്ധിപ്പിക്കുന്നുവെന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഒരു കള്ളപ്രവാചകൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യഭിചാരം ചെയ്താൽ സഭ വർദ്ധിപ്പിക്കുന്നത്, ഞങ്ങളുടെ പാസ്റ്റർമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊളിച്ചങ്ങ് പറയുക. കാരണം ദൈവം അവരെ പൊളിച്ചു കളഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ മുഖം മൂടി ദൈവം വലിച്ചു ചീന്തിയതാണ് ആ പ്രസ്താവന. ഇപ്പം നമുക്ക് മനസ്സിലായി, ആ പ്രസ്ഥാനങ്ങളെല്ലാം വെറും ജഡികന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണെന്ന് മനസ്സിലായി. 8 ലക്ഷം 10 ലക്ഷം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ആഗോള വ്യാപകമായി. എന്തിനു കൊള്ളാം? 5 കിലോ അരി ഒരു വലിയ ചെമ്പിലിട്ട് വേവിക്കുമ്പോൾ 5 കിലോയുടെ അരിയിൽ എല്ലാ അരിയും എടുത്ത് ഞെക്കി നോക്കണോ? ഈ 10 ലക്ഷത്തിൽ 2 എണ്ണം മാറ്റി നിർത്തി അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ കിടന്ന് ബബ്ബ അടിക്കും. പണ്ട് ശ്രീമതി ഇംഗ്ലീഷ് പറഞ്ഞതുപോലെ, ആരോഗ്യമന്ത്രി ശ്രീമതി ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ ബബ്ബ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവിടെ ആൾക്കാരുടെ അടുത്ത് കളിയാക്കി എന്ന് പറഞ്ഞതുപോലെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വസ്തുനിഷ്ഠമായി പ്രോപ്പറായി ദൈവവചനം പഠിച്ചില്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് ചാടും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് വന്നു നമ്മൾ. ഈ കൂടാരം, ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും, കേട്ടോ, ആരാധനക്കാരന് പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടിയ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്രേ. ജഡീക നിയമങ്ങൾ, ജഡീക നിയമങ്ങൾ. ഇനി ആ 11 തൊട്ട് ബാക്കി ഞാൻ വായിക്കാം. അവിടെ ജഡീക നിയമങ്ങൾ. ഇനി അടുത്ത് ജഡീക ശുദ്ധി എന്നുള്ള വിഷയത്തിലേക്ക് വരിക. ക്രിസ്തുവ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. മോശയുടെ പ്രമാണത്തിൽ കന്നുകാലിയുടെ രക്തം കൊണ്ടുണ്ടാക്കുന്ന വീണ്ടെടുപ്പ് താൽക്കാലികമാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിക്കും, പാപം മറയ്ക്കപ്പെടുക ചെയ്യുന്നത്. താൽക്കാലികമായി പാപം മറയ്ക്കുന്നു. എന്നാൽ മർക്കോസ് 2:5-10 മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഇതൊക്കെ മനസ്സിലാകാതെ പോയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? കുറെ പാട്ടും പാടി കുറെ ബഹളം വെച്ച് അവസാനം നാശത്തിലേക്ക് പോയി വീഴുക. കുരുടനെ വഴി കാട്ടിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഇരുവരും കുഴിയിൽ വീഴും. കുഴി വീണ് കിടക്കുക ഓൾറെഡി. പൗലോസ് പറഞ്ഞ് ശുദ്ധം ചെയ്ത് മയക്കിയിട്ടിരിക്കുക എല്ലാത്തിനെയും. തടകുടഞ്ഞ് എഴുന്നേൽക്ക്. ഈ പുതിയ നിയമവചനത്തിന്റെ വെളിപ്പാടുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു തീക്കുണ്ടം പോലെ പ്രവേശിക്കട്ടെ. എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു.
ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ, ശ്രദ്ധിക്കണേ, എബ്രായർ 9:10 അവസാന ഭാഗം ജഡീക നിയമങ്ങൾ അത്രേ, ജഡീക ശുദ്ധി അത്രേ പ്രമാണത്തിലുള്ളത്. ജഡീക നിയമങ്ങളും ജഡീക ശുദ്ധീകരണവുമാണ്. ഒരു ടെമ്പററി ലോയാണ്. സ്ത്രീയുടെ സന്തതി വരുന്നതുവരെ ദൈവം കൊടുത്ത ഒരു ടെമ്പററി ലോയാണ് മൊസൈക്ക് ലോ. ഇനിയെങ്കിലും മനസ്സിലാക്ക്. അതിൻ്റെ പഠിപ്പിക്കലുകൾ സഭയിൽ കിടക്കുന്നത് കൊണ്ടാണ് വിശ്വാസികൾ ഗുണം പിടിക്കാതിരിക്കുന്നത്. തമ്മിൽ തമ്മിൽ സ്നേഹിക്കാനുള്ള പ്രമാണം യേശുക്രിസ്തു അല്ലേ തന്നത്? മുറിവേറ്റ് വഴിയിൽ കിടക്കുന്ന ആ മനുഷ്യനെ രക്ഷിക്കാൻ ആര് വന്നു? ആദ്യം ലേവ്യൻ വന്നു. അത് കഴിഞ്ഞ് പിന്നെ ആര് വന്നു? ഒരു പുരോഹിതൻ വന്നു. ഇവർ രണ്ടും ന്യായപ്രമാണത്തിന് നേരില്ല, കണ്ടിട്ട് കാണാതെ പോയി. രണ്ട് കൊച്ചുകുഞ്ഞു ഉപദേശി കഷ്ടപ്പാട്, ബുദ്ധിമുട്ടും ദാരിദ്ര്യം ജീവിക്കുന്ന സമയത്ത് തൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു ധനാഢ്യൻ താമസിച്ചു. ആ ധനാഢ്യൻ താഴേക്ക് ഇറങ്ങി റോഡിലോട്ട് പോവുകയാണ്. കൊച്ചുകുഞ്ഞു ഉപദേശി വാതിക്കലിരിക്കുന്ന കണ്ടിട്ട് കുട മറച്ചു പിടിച്ചു. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കവിഞ്ഞെന്നെ ഓർത്തിടുന്നു, എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ആരും സഹായം തന്നില്ലെന്ന് വരും, എന്നാൽ നിന്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്ത, സ്വർഗത്തിൽ നിന്ന് സഹായം നിനക്ക് വരും. ഈ വിഷയം പറയുമ്പോൾ പഴയ നിയമത്തിലെ ഏലിയാവിൻ്റെ ചരിത്രം എൻ്റെ ഉള്ളിലേക്ക് വരിക. 4-5 മിനിറ്റോട് ഞാൻ നിർത്തിക്കോളാം. രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യരുത്. ഒരു ശൗര്യത്തിന് അതൊക്കെ പറഞ്ഞു, ആത്മാവിൽ ധൈര്യത്തോടെ പറഞ്ഞു. ശരി, ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെയാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളെ കൊല്ലാൻ നോക്കി. ഇവിടെ ദൈവം പറഞ്ഞു, കെരീത് തോട്ടിൽ പോയി ഒളിച്ചിരുന്നോളാൻ പറഞ്ഞു. അവിടെ ഒളിച്ചിരിക്കേ 3 നേരം കാക്ക എയർലൈൻസ് നിനക്ക് ഫുഡ് കൊണ്ട് തരും. കൊടുത്തോ ഇല്ലയോ? തോട്ടിലെ വെള്ളം പറ്റി കാക്കയുടെ വരവ് നിന്നപ്പോൾ അടുത്ത കൽപ്പന, ഞാൻ നിന്നെ പുലർത്തേണ്ടതിന് വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. എനിക്കവിടെ അത് വായിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ് എൻ്റെ ചങ്ക് പൊട്ടു. ഒരടയുണ്ടാക്കി തരാൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ വെണ്ണുമ്പിള്ള പറയുക, ഇച്ചിരി മാവും ഇച്ചിരി എണ്ണയുണ്ട്, അതുണ്ടാക്കി തിന്നിട്ട് ഞങ്ങൾ സൂസൈഡ് ചെയ്യാനിരിക്കുക, ഞങ്ങൾ മരിക്കാനിരിക്കുക. ഏലിയാവ് വിട്ടില്ല. ആദ്യത്തെ അട നീ എനിക്കുണ്ടാക്കി കൊണ്ടുവരിക, ക്ഷാമകാലം തീരുന്നത് വരെയും കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റിപ്പോവുകയില്ല. എൻ്റെ ഹൃദയം തകർക്കപ്പെടുകയാണ് ആ വിഷയം പറയുമ്പോൾ. എത്ര അത്ഭുതവാനായ ദൈവം, എത്ര അതിശയം പ്രവർത്തിക്കുന്ന ദൈവം. ഈ ദൈവത്തെ പോലൊരു ദൈവത്തെ നമുക്ക് കിട്ടുമോ? റോമാലേഖനം 4:17 ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവം. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ, മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ. ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞു. എല്ലാവരും കൂടി കെട്ടിപ്പൂട്ടി വെച്ചേക്കുക. ഇന്ന് എല്ലാത്തിനെയും കെട്ടിപ്പൂട്ടി വെച്ചേക്കുക താത്താൻ. പാസ്റ്റർമാരും വിശ്വാസികളും കൂടി പലരെയും കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുക. ആ കെട്ട് നിങ്ങൾ തന്നെ അടിക്കണം, അവൻ രക്ഷപ്പെട്ട് സ്വർഗത്ത് പോകണമെങ്കിൽ. കെട്ടടിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. നമ്മൾ ഈ ദുരുപദേശം പാസ്റ്റർമാർ വന്ന് പ്രസംഗിച്ച് അതിലൂടെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുക സഭയെ. ഒരു വെളിപ്പാട് പറയാം, ശ്രദ്ധിച്ചോ. സഭകളെ ബന്ധിച്ചിട്ടിരിക്കുക, പലരെയും ബന്ധിച്ചിട്ടിരിക്കുക, വിശ്വാസികളെ ബന്ധിച്ചിട്ടിരിക്കുക. ദുരുപദേശം പ്രസംഗിക്കപ്പെടുമ്പോൾ സാത്താൻ അതിലൂടെ വിശ്വാസികളെ ബന്ധിക്കുക. നല്ല പ്യൂർ വചനം പറയുന്ന ദൈവദാസന്മാർ വന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ കെട്ട് അഴിയത്തുള്ളൂ. തൃശ്ശൂരിൽ ഒരു കൊച്ചിനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. കൃപയാൽ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. വചനം പറഞ്ഞപ്പോൾ എന്ത് പറ്റി? ആ കെട്ടഴിഞ്ഞു. എത്ര അത്ഭുതകരമായിട്ടാണ് ആ വിഷയം അവിടെ നടന്നത്. നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ച്
സന്തോഷിക്കാനും ആളവാനല്ല ഈ പറയുന്നത്. സ്തോത്രം, 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 സ്തോത്രം. എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എബ്രായർ 9 അതിൻ്റെ 10 അവസാന ഭാഗത്ത് പറയുന്നു, ജഡീക നിയമങ്ങളാണ്. 12 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, അല്ല 13 അവസാന ഭാഗത്ത് പറയുന്നു, ജഡീക ശുദ്ധി വരുത്തുന്നു. ജഡീക നിയമം, ജഡീക ശുദ്ധി. ഇതോ ആത്മാവിൻ്റെ നിയമം, ആത്മരക്ഷയുടെ നിയമം, സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള പുതിയ നിയമം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട പുതിയ നിയമം. ഇതിനെയാണ് ചവിട്ടി തേക്കുന്നത്. സ്വത്രം. ഇനി അടുത്ത, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു യേശു. 20 വാക്യം, എബ്രായർ 9:20. എങ്ങനെയാ വാക്യം? ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഇവയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമാവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായി വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് വീണ്ടെടുപ്പ് ലഭിക്കുക, രക്ഷ ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തിയ എബ്രായർ 10:1 വാക്യം, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലില്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. കന്നുകാലിയുടെ രക്തം കൊണ്ട് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിൻ്റെ ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായിക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലയോ? ഇപ്പോഴും ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിവുള്ളതല്ല. ആകയാൽ ലോകത്തിൽ നീ വരുമ്പോൾ ഹനനയാഗം വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമയാഗങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമയാഗങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെയുള്ള വീണ്ടെടുപ്പിനെ സ്ഥാപിക്കുവാൻ മോശയിക പ്രമാണത്തെ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. നമ്മുടെ കണ്ണ് തുറന്ന് ഈ വാക്യങ്ങൾ വായിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാതവിടമാകുമ്പോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സാക്ഷീകരിക്കുന്നു. നേരത്തെ പറഞ്ഞൊരു ഭാഗം പിന്നെയും വായിക്കുന്നു. 8:10 മുതൽ 13 വാക്യം ഇവിടെയും കയറി വരിക. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അവിടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നു. കാരണം യേശുക്രിസ്തുവിൻ്റെ പാപത്തിലൂടെ പാപമോചനം കിട്ടിക്കഴിഞ്ഞു, ഇനി പാപം ഓർക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇവയുടെ മോചനമില്ലാത്തിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും
ആവശ്യമില്ല. സ്തോത്രം. 26 വാക്യം കൂടി ഞാൻ വായിക്കാം. 10 ഗഹനമായ ഭാഗമാ. സത്യത്തിന് പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. അത് മോശ ന്യായപ്രമാണം. ഇനി അടുത്ത ക്രിസ്തുവിന്റെ ന്യായപ്രമാണം. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മല്ലമെന്നുണ്ടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കും എന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം ഉണ്ടോ. അപ്പൊ പുതിയ നിയമ പ്രമാണം ഇവിടെ സ്ഥാപിക്കുക. എബ്രായ ലേഖനം 8, 9, 10 അധ്യായം നന്നായിട്ട് വായിച്ചു പഠിക്കണം പാസ്റ്റർമാരെ. എന്നിട്ട് അങ്ങോട്ട് പ്രസംഗിക്കണം. ന്യായപ്രമാണത്തിന്റെ ചീട്ട് കീറി യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ഒരു പുതിയ പ്രമാണം, ന്യൂ കവനന്റ്, പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുക. അതനുസരിച്ച് അക്കരെ പോകാൻ വിട്ട് പറഞ്ഞോണം. പാസ്റ്റർമാർ അത് പ്രസംഗിച്ച് അത് ആ പ്രമാണം അനുസരിച്ച് ജീവിക്കുകയും ജനത്തെ അക്കരെ കൊണ്ടുപോകാനായിട്ട് അവരോട് പ്രസംഗിച്ച് കേൾപ്പിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മേൽ കടുത്ത ശിക്ഷാവിധി വരും. ഹല്ലേലൂയ. വേദനയോടെ വിളിച്ചു പറയുക, സങ്കടത്തോടെ വിളിച്ചു പറയുക. PN ജോസഫ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ IPCയിലുണ്ടായിരുന്നു. കരുത്തനായൊരു പാസ്റ്റർ, എക്സ് മിലിറ്ററിക്കാരൻ. 85-90 വയസ്സിലങ്ങാണ്ടോ മരിച്ചത്. IPCക്കാർക്ക് സങ്കീർത്തനമില്ലെങ്കിൽ, IPC എന്ന് ഞാൻ പറഞ്ഞു പോയി, ക്ഷമിക്കണം, പുള്ളി IPCക്കാരനാണല്ലോ. സങ്കീർത്തനം ഞങ്ങളുടെ പാസ്റ്റർമാർക്ക് പുസ്തകത്തിലില്ലെങ്കിൽ അവർക്ക് പ്രസംഗമില്ല. 150 സങ്കീർത്തനം കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക. നിങ്ങൾ 109 സങ്കീർത്തനം അതിൻ്റെ അതിൻ്റെ ആ പകുതി തൊട്ട് എത്ര വരെ വായിക്കും? 109 സങ്കീർത്തനം. ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയാനായിട്ട് എൻ്റെ മുമ്പിൽ സമയമില്ല. ഞാനൊന്ന് പറഞ്ഞു പോവുക, അതിൻ്റെ വാക്യം മാത്രം തൊട്ടു പോവുക. 109 സങ്കീർത്തനം നിങ്ങൾ എങ്ങനെ വായിക്കും? പറ. 4 മുതൽ 12 വരെയുള്ള വാക്യം എങ്ങനെ വായിക്കും? 109 സങ്കീർത്തനം 4 മുതൽ 12 വരെയുള്ള വാക്യം എങ്ങനെ വായിക്കും? 55 സങ്കീർത്തനം എങ്ങനെ വായിക്കും? 51 സങ്കീർത്തനം എങ്ങനെ വായിക്കും? സങ്കീർത്തനത്തിന്റെ രചന ന്യായപ്രമാണ കാലഘട്ടത്തിലാ. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന് വാദിച്ചു നിൽക്കുന്ന സമയത്ത് എഴുതിയതാ. അതുകൊണ്ട് ദാവീദ് അങ്ങനെ പ്രാർത്ഥിച്ചത്. അവൻ അന്നങ്ങനെ പ്രാർത്ഥിച്ചത് തെറ്റല്ല. പ്രമാണം തിരുത്തി ക്രിസ്തുവിന്റെ ന്യായപ്രമാണം വന്നപ്പോ നീ അത് പാടിക്കൊണ്ടിരുന്നാലേ ദൈവം നിന്നെ വെറുതെ വിടത്തില്ല. പ്രമാണം മാറ്റിയത് നീ അറിയണം. എനിക്കത് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ ഹേമമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങ് പറയുക. ദൈവമക്കൾ ക്ഷമിച്ചോളണേ. ഒരു 10 മിനിറ്റ് കൂടി എടുത്തുപോയി ദൈവമക്കൾ ക്ഷമിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പ്രമാണം മാറ്റുകയാണ്. അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ 21-ാമത്തെ വാക്യം, കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവ്വന്മാരുടെ അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു. എന്തോ പറയുന്നു? സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരൻ നിസ്സാരാന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പേ നിൽക്കേണ്ടി വരും. മൂടാന്ന് പറഞ്ഞാലും അഗ്നി നരകത്തിൽ പോകേണ്ടി വരും. മനസ്സിലായില്ലേ? ഇനി അടുത്ത, വ്യഭിചാരം ചെയ്യരുതെന്നും അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവരെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. 31-ാം വാക്യം 5-31. ആരെങ്കിലും ഭാര്യ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, പരസംഗ ഹേതുവായിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവരെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം ചെയ്താൽ വ്യഭിചാരം ചെയ്യുന്നു. ഈ അവസ്ഥയിലുള്ള എത്ര വിശ്വാസികളുള്ള സഭകളെ എനിക്കറിയാം. യൂറോപ്യൻ ചർച്ചുകളിലുള്ള ആ ചീഞ്ഞളിഞ്ഞ സംസ്കാരം, ആ ട്രഡീഷൻ നമ്മുടെ ഭാരതത്തിലേക്കും കേരളത്തിലേക്കും ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. കേരളക്കരയിലുണ്ട് ഈ പാപപ്രവൃത്തി ചെയ്യുന്നവർ. കേരളത്തിലെ പല സഭകളിലുണ്ടെന്ന് ഒരു സഹോദരി പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം വായിക്കാൻ സമയമില്ല. 38-ാം വാക്യം, കണ്ണിന് പകരം കണ്ണും
പല്ലിന് പകരം പല്ലും എന്നറിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ വലത്ത് ചീട്ടത്ത് അടിക്കുന്നവന് മറ്റത് തിരിച്ചു കാണിക്കുക. കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പഹിക്കുക എന്നറിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു? നിങ്ങൾ എന്ത് വിശേഷം വിശേഷം ചെയ്യുന്നു? ജാതികൾ അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകിയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. കണ്ടോ? ഞാനോ നിങ്ങളോട് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് എത്ര പ്രാവശ്യം കർത്താവ് പറയുന്നു. മോശയുടെ പ്രമാണം തിരുത്തി ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം ഇവിടെ കർത്താവ് സ്ഥാപിക്കുക. മോശയുടെ ന്യായപ്രമാണം തിരുത്തി ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം ഇവിടെ സ്ഥാപിക്കുക. ഗലാത്യർ 6:2 തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചോപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. സത്യത്തിൽ നമ്മുടെ സമയം മുമ്പോട്ട് പോയി. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. സമയമേറെ പോയതുകൊണ്ട് ഞാൻ വല്ലാതെ അങ്ങ് ബ്രേക്ക് ചവിട്ടി നിർത്തുക. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ക്ലിപ്പുകൾ 2-3 ക്ലിപ്പ് ദൈവത്തെ ഓർത്ത് ഞാൻ വളരെ താഴ്മയോടെ വിനയത്തോടെ പറയുന്നു. 2-3-4 പ്രാവശ്യമെങ്കിലും ഇത് കേട്ട് ഈ കാര്യങ്ങളുടെ അന്തസ്സത്ത മനസ്സിലാക്കി, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീടുപെടുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ. കർത്താവിൻ്റെ വചനത്തിലല്ലാതെ മറ്റു ഏതെങ്കിലും മോചന പ്രമാണത്തിൽ വീട് ചെയ്താൽ നിങ്ങൾ മണലിന്മേൽ വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാണ്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. അതായത് നരകത്തിൽ പോകുന്ന സാരം. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഈ വചന പഠനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ, നന്മയായി തീരട്ടെ, വിടുതലായി തീരട്ടെ. ആമേൻ, 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 ആമേൻ.